ഹലോ ഗൈസ്, മൈ മൈൻഡ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കേരള നവോത്ഥാനത്തെക്കുറിച്ച് 50 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരള PSC പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കേരള നവോത്ഥാനത്തെക്കുറിച്ച് കുറച്ച് അറിവുകൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമല്ലോ. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നാണു ആശാൻ. ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്ന മറ്റൊരു പേര് നാണു ആശാൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിത് കറുപ്പൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിത് കറുപ്പൻ. പണ്ഡിത് കറുപ്പൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കവി തിലകൻ. പണ്ഡിത് കറുപ്പൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കവി തിലകൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി. തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ഇങ്ങനെ പറഞ്ഞതാര്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ഇങ്ങനെ പറഞ്ഞതാര്? ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് ഇങ്ങനെ പ്രസ്താവിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് ഇങ്ങനെ പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ വർഷം 1910. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ വർഷം 1910. VT വട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും. VT വട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നിട്ടുള്ളത്. അപ്പോൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണം നടത്തുന്ന വർഷം 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണം നടന്ന വർഷം 1936. തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട മലയാളി വനിത. തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അൽഫോൻസാമ്മ. തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട മലയാളി വനിതയാണ് അൽഫോൻസാമ്മ. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം സ്ഥാപിച്ചത് ആരാണ്? രാജ കേശവദാസ്. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം സ്ഥാപിച്ചത് രാജ കേശവദാസ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനാര്? രാജ കേശവദാസ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനും രാജ കേശവദാസ്. വല്യ ദിവാൻജി എന്നറിയപ്പെടുന്നത് ആര്? രാജ കേശവദാസ്. വല്യ ദിവാൻജി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ്. ഡച്ചുകാർ ഇന്ത്യയിൽ പണികഴിപ്പിച്ച ഏറ്റവും പഴയ കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. ഡച്ചുകാർ ഇന്ത്യയിൽ പണികഴിപ്പിച്ച ഏറ്റവും പഴയ കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് 1922. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് 1922. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പിയാണ് ശക്തൻ തമ്പുരാൻ.
തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പിയാണ് ശക്തൻ തമ്പുരാൻ. പുന്നപ്ര വയലാർ നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനമാണ് പെരുന്ന. കോട്ടയം ജില്ലയിലാണ് പെരുന്ന. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനമാണ് പെരുന്ന, കോട്ടയം ജില്ലയിൽ. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. തിരുവനന്തപുരത്തെ കുതിരമാളിക പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്തെ കുതിരമാളിക പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ സർവമത സമ്മേളനം നടന്ന വർഷമാണ് 1924. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ സർവമത സമ്മേളനം നടന്ന വർഷമാണ് 1924. എവിടെ? ആലുവയിൽ. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപർ ആര്? കെ രാമകൃഷ്ണപിള്ള. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപനാണ് കെ രാമകൃഷ്ണപിള്ള. മലബാറിൽ വാഗൺ ട്രാജഡി ദുരന്തം നടന്ന വർഷം 1921. മലബാറിൽ വാഗൺ ട്രാജഡി ദുരന്തം നടന്ന വർഷം 1921. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപമാണ് മലബാർ ലഹള. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപമാണ് മലബാർ ലഹള. അയ്യങ്കാളി സ്വാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം 1907. അയ്യങ്കാളി സ്വാധുജന പരിപാലനം സംഘം ആരംഭിച്ച വർഷം. ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേരാണ് വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേരാണ് വയൽവാരം വീട്. പൊതുനിരത്തുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. പൊതുനിരത്തുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മാർച്ച് 30. മാപ്പിള ലഹള നടന്ന വർഷമാണ് 1921. മാപ്പിള ലഹള നടന്ന വർഷമാണ് 1921. മാപ്പിള ലഹളയുടെ മറ്റൊരു പേരാണ് പൂക്കോട്ടൂർ യുദ്ധം. മാപ്പിള ലഹളയുടെ മറ്റൊരു പേരാണ് പൂക്കോട്ടൂർ യുദ്ധം. മാപ്പിള ലഹളയുടെ കേന്ദ്രമാണ് തിരൂരങ്ങാടി. മാപ്പിള ലഹളയുടെ കേന്ദ്രമാണ് തിരൂരങ്ങാടി. പുലയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാൻ ആര്? അയ്യങ്കാളി. പുലയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാനാണ് അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച പാർട്ടി ഏത്? മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ്. മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ്. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നായർ സമുദായം. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നായർ സമുദായം. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ്റെ. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ. പഞ്ചകല്യാണി നിരൂപണം ആരുടെ കൃതിയാണ്? മന്നത്ത് പത്മനാഭൻ. പഞ്ചകല്യാണി നിരൂപണം ആരുടെ ആത്മകഥയാണ്? ആരുടെ കൃതിയാണ്? മന്നത്ത് പത്മനാഭൻ. സ്വദേശി അഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി, എറണാകുളം ജില്ലയിൽ. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി, എറണാകുളം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം
1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് GP പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് തന്നെ എന്ന ലഘുലേഖനം എഴുതിയത് GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് തന്നെ എന്ന ലഘുലേഖനം എഴുതിയത് GP പിള്ള. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി. തൈക്കാട് അയ്യ ഗുരുവിൻ്റെ പ്രശസ്തരായ 2 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മറ്റേതാര്? ചട്ടമ്പിസ്വാമികൾ. തൈക്കാട് അയ്യ ഗുരുവിൻ്റെ പ്രശസ്തരായ 2 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മറ്റേതാര്? ചട്ടമ്പിസ്വാമികൾ. ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏത്? വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടനയാണ് വിദ്യാപോഷിണി. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ആരുടെ വരികളാണിവ? ഭാഗ്ഭടാനന്ദൻ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ആരുടെ വാക്കുകളാണിവ? ഭാഗ്ഭടാനന്ദൻ. സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ്? ശ്രീ ശങ്കരാചാര്യർ. സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ്? ശ്രീ ശങ്കരാചാര്യർ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യർ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യർ. SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവി ആരായിരുന്നു? കുമാരനാശാൻ. SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവിയാണ് കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? പഴശ്ശിരാജ. കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? പഴശ്ശിരാജ. കേരളീയ നായർ സമാജം സ്ഥാപിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. മലയാളി സഭ എന്നായും അറിയപ്പെട്ടിരുന്നു കേരളീയ നായർ സമാജം. മലയാളി സഭ എന്നും അറിയപ്പെട്ടിരുന്നത് കേരളീയ നായർ സമാജം. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാണ് അയ്യങ്കാളി. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാണ് അയ്യങ്കാളി. ഈ പ്രക്ഷോഭം അറിയപ്പെട്ടിരുന്നത് വില്ലുവണ്ടി സമരം. ഈ പ്രക്ഷോഭം അറിയപ്പെട്ടിരുന്ന പേരാണ് വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം നടന്നത് 1893 വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893. മിശ്രഭോജനം നടത്തി പ്രശസ്തി നേടിയ മലയാളിയാണ് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം നടത്തി പ്രശസ്തി നേടിയ മലയാളിയാണ് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം നടത്തി പ്രശസ്തി നേടിയ മലയാളിയാണ് സഹോദരൻ അയ്യപ്പൻ. തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ലഭിച്ച വർഷം 1859. തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ലഭിച്ച വർഷമാണ് 1859. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകനാര്? KP കേശവമേനോൻ.
കേസരി ബാലകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, വർഗീസ് മാപ്പിള്ള. ഇതിൽ ശരിയുത്തരം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈശ്വരം തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകനാര്? KP കേശവമേനോൻ, കേസരി ബാലകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി ബാലകൃഷ്ണപിള്ള, വർഗീസ് മാപ്പിള്ള. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകനാര്? KP കേശവമേനോൻ, കേസരി ബാലകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി ബാലകൃഷ്ണപിള്ള, വർഗീസ് മാപ്പിള്ള. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം കേരള നവോത്ഥാനത്തെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.